റോഡിലെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനം വെട്ടിച്ച യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് MG റോഡിലുണ്ടായ അപകടത്തിൽ മരിച്ചത്. അമ്മ പത്മിനി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ കൗൺസിലർമാർ MG റോഡ് ഉപരോധിച്ചു. രാവിലെ 7:45 ദാരുണമായ സംഭവം. വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വരികയായിരുന്നു വിഷ്ണുദത്തും അമ്മ പത്മിനിയും. റോഡിലെ കുഴിയിൽ നിന്നും മാറാൻ വേണ്ടി വാഹനം വെട്ടിച്ചപ്പോഴാണ് സ്കൂട്ടർ ബസ്സിനടിയിലേക്ക് വീണത്. വിഷ്ണുദത്തിന്റെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതര പരിക്കുകളോടെ അമ്മ പത്മിനിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിനു പിന്നാലെ വൻ പ്രതിഷേധമാണ് തൃശൂർ MG റോഡിൽ നടന്നത്. BJP കോൺഗ്രസ് കൗൺസിലർമാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റോഡുകളുടെ ശോചനീയാവസ്ഥ മേയറുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്നാൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നുമാണ് ആക്ഷേപം. മഴ ദുരിതത്തിൽ ജനം നെട്ടോട്ടമോടുമ്പോൾ മേയർ വിനോദയാത്രയിലാണെന്നും BJP ആരോപിച്ചു. ഒരു സംശയം വേണ്ട, തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതാണ് ഗതി. തൃശ്ശൂർ ജില്ലയിലെ പുഴയ്ക്കലായിക്കോട്ടെ, അതേപോലെ ഹൈവേ ആയിക്കോട്ടെ, ഈ തൃശ്ശൂർ റോഡുകളായിക്കോട്ടെ, റോഡുകളൊക്കെ ഇങ്ങനെ തോടുകളായിട്ട് നടക്കുക. ഇവർക്ക് ഇതൊന്നും നോക്കാൻ നേരില്ല. ഇവരിങ്ങനെ ടൂർ അടിക്കുക. ഇതിൽ മേയർക്ക് കൃത്യമായ ഉത്തരവാദിത്തമല്ലേ? മഴ ഇന്നലെയും തീരുമാനിച്ചാണോ? എല്ലാ വർഷവും വരുന്ന മഴയല്ലേ? അപ്പോൾ ഉണ്ടാവുമെന്നും അത് ഉണ്ടാവാതിരിക്കാനുള്ള നടപടി എടുക്കണമെന്നും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് തീരുമാനമില്ല എങ്കിൽ ഞങ്ങളിവിടെ റോഡിൽ സമരം ചെയ്യുന്ന സമയത്ത് അത് എടുക്കാൻ കാണിക്കുന്ന ആവേശം ഇത് മുന്നേ മൂടാൻ കാണിച്ചിരുന്നെങ്കിൽ ഈ രണ്ടാളും മരിക്കായിരുന്നോ? റോഡ് ഉപരോധിച്ച BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിനെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ തൃശൂർ മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കോർപ്പറേഷനെതിരെ പ്രതിഷേധം തുടരാനാണ് BJPയുടെ തീരുമാനം. ജനം, തൃശൂർ.